ഏതെങ്കിലും എണ്ണ തേച്ചിട്ട് മുടി വളർന്നതായിട്ടോ ഫെയർനെസ് ക്രീം തേച്ചിട്ട് വെളുത്തതായിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. നമുക്കറിയാം ഷാറുഖ് ഖാൻ വീട്ടിൽ മറ്റേ ജില്ലറ്റും മറ്റേ ഇതൊക്കെ തേച്ചിട്ടില്ല കിടക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്ന മറ്റേ സ്പ്രേ അടിച്ചിട്ടില്ല. ഇവരൊന്നും ഉപയോഗിക്കൂല. ഞാൻ എടുക്കാറുണ്ട്, അടിച്ചിട്ടില്ല അടിച്ചിട്ടില്ല. അപ്പൊ എന്റെ കാശ് നിങ്ങൾ തന്നെ ആയിക്കോട്ടെ. നിങ്ങൾ നമ്മുടെ കേസാണ്. നമ്മൾ എത്ര കാലമായി തമ്മയിലിട്ടിട്ട് ടെസ്റ്റ് അടിച്ച് കളിക്കുന്ന എത്ര കാലമാടാ. എന്താണെന്നറിയാമോ? ടൊബാക്കോ. ഇപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ ടൊബാക്കോ കമ്പനി ITC ഏറ്റവും കൂടുതൽ സർക്കാരിന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സാധനമാണ്. ഇത് ശരീരത്തിന് നല്ലതാണോ? അതിനകത്ത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ കാര്യമില്ല. സോഷ്യൽ കമ്മിറ്റ്മെന്റ് വരുന്ന ഇതേപോലെ നീ നേരത്തെ പറഞ്ഞ പോലെ എണ്ണ തേച്ചിട്ട് മുടി വളർന്ന ചരിത്രം പറഞ്ഞു തരണം എനിക്ക്. ഏത് എണ്ണ വെച്ചിട്ട് നിന്റെ മുടി വളർന്നു നീ പറഞ്ഞു തരണം. ഏത് സോപ്പ് തേച്ചിട്ടാണ്? ഇവിടെ വലിയ സോപ്പിന്റെ കേസിൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു കാര്യം ചോദിക്കല്ലേ, ഈ സാമൂഹ്യ പ്രതിബന്ധം ഇല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് ചർച്ചയുണ്ട്. എല്ലാവരും അതിനെതിരെ അതിന്റെ ചോദ്യം ചോദിച്ചോണ്ട് അല്ല, അതാണ് അതിനെതിരെ പലരും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ തമാശ രീതിയിൽ പറയുന്നറിയാമോ? തമാശ രീതിയിൽ അല്ല, തമാശ രീതിയിൽ പറഞ്ഞതാണോ അതോ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ ഇപ്പൊ ചോദിച്ചത്. അതിപ്പോ നമ്മൾ സാധാരണ നമ്മൾ ഒരു പ്രസ് മീറ്റ് നമ്മളെന്തിനാ എന്റർടൈൻമെന്റ് മീഡിയ അല്ലേ നമ്മുടെ. അപ്പൊ നിങ്ങളൊക്കെ പലരെയൊക്കെ ഇവനെ ആയിക്കോട്ടെ ഇവനെയൊക്കെ ആയിട്ട് നമ്മളിത് എത്ര കാലത്തെ ബന്ധവും പരിചയമൊക്കെയാ. ഇപ്പൊ എന്റെ നീയായിട്ടായിക്കോട്ടെ. അപ്പൊ നമ്മൾ ഇവരെ നിങ്ങളൊക്കെ കാണുന്ന ഞാൻ പ്രത്യേകിച്ച് എത്ര പ്രസ് മീറ്റ് നമ്മൾ ഇരുന്നു, എത്ര കാലം നമ്മൾ കണ്ടു. അപ്പൊ എന്റെ ഒരു കംഫർട്ട് സോണാണ് നിങ്ങളൊക്കെ, മനസ്സിലായില്ലേ? അവിടെ ഞാൻ നിങ്ങൾ എത്ര സീരിയസ് ആയിട്ട് ചോദിച്ചാലും ഞാൻ തമാശ രൂപേണയല്ലേ അതിന് മറുപടി വന്നിട്ടുള്ളൂ എപ്പോഴും. ഇത് ആദ്യമായിട്ടൊന്നും വരില്ലോ. അപ്പൊ ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോഴും ഞാൻ തമാശക്ക് അത് ഇങ്ങനെ പറയുന്നല്ലാണ്ട് നമുക്ക് ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ആ എൻഡോസ് ചെയ്ത സാധനം ഉണ്ടല്ലോ, അജുവിനോട് ചോദിച്ചു. അജു ഇതിന് മുന്നേ ഒരു സാധനം ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, എടാ നീ ചെയ്ത നല്ല പരിപാടിയാണ് പറഞ്ഞാണ്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി എന്താ? അവൻ സിമി അല്ലേ ചോദിച്ച എന്നോട്? അപ്പൊ ഇതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു സാധനം എൻഡോസ് ചെയ്യുന്ന സമയത്ത് ഇത് നിയമലംഘനോ അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടുത്തെ അപ്രൂവ് വാങ്ങിച്ചിട്ടുള്ള ഗവൺമെന്റ് അപ്രൂവൽ ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ ഈ ആപ്പും പരിപാടിയൊക്കെ. അല്ലാണ്ട് എഗെയിൻസ്റ്റ് ലോ നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സംഭവം വരുമ്പോൾ ഇപ്പൊ ഇവിടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എൻഡോസ് ചെയ്യുന്നു എന്നുവെച്ചാൽ അതൊരു തലത്തേക്കുന്ന എണ്ണ ആയിക്കോട്ടെ. ഇവിടെ ഇന്നേ വരെ ഏതെങ്കിലും എണ്ണ തേച്ചിട്ട് മുടി വളർന്നതായിട്ടോ ഫെയർനെസ് ക്രീം തേച്ചിട്ട് വെളുത്തതായിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഏതെങ്കിലും എണ്ണ തേച്ചിട്ട് ചരിത്രം ഉണ്ടോ? ഈ പ്രോഡക്റ്റിന്റെ ഒക്കെ ക്വാളിറ്റി ചെക്ക് നടത്തിയിട്ടാണോ ഇവിടെ ആക്ടേഴ്സ് എൻഡോസ് ചെയ്യുന്നത്? ആണോ? അതിന്റെയൊക്കെ ക്വാളിറ്റി പറയുന്ന ആൾക്കാരൊക്കെ ഷാറുഖ് ഖാൻ വീട്ടിൽ മറ്റേ ജില്ലറ്റും മറ്റേ ഇതൊക്കെ തേച്ചിട്ടില്ല കിടക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്ന മറ്റേ സ്പ്രേ അടിച്ചിട്ടില്ല. ഇവരൊന്നും ഉപയോഗിക്കൂല. ഓക്കെ. അപ്പൊ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇപ്പൊ കറി പൗഡർ നമ്മൾ പറയുന്ന പല ആക്ടേഴ്സും ബ്രാൻഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇതൊക്കെ പലതും ഞാൻ പറഞ്ഞ എല്ലാം അല്ല, പലതും സ്കാമാ. മനസ്സിലായില്ലേ? കേരളത്തിലെ 100% ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് അല്ലേ കേരളം? അല്ലേ? നിങ്ങൾ എത്ര പേര് കളി കളിച്ചു? ഞാൻ കളിച്ചിട്ടില്ല. കളിച്ചു. ഇതിനടിയിലൊക്കെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക്. ഇതൊക്കെ ഡിസ്ക്ലൈമർ നമ്മൾ വായിക്കണം. മ്യൂച്വൽ ഫണ്ട്സിന് റിസ്ക് ഇല്ലേ? സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക് ഇല്ലേ? ഇതൊക്കെ കൃത്യമായിട്ട് ഇത്തരം ബെറ്റിംഗ് ആപ്സും ബെറ്റിംഗ് ഗെയിംസും ഇതുപോലെ സാധനങ്ങളൊക്കെ ഇതൊക്കെ റിസ്ക് ഉണ്ട്. ഞാൻ ആക്ടറാണ്, ഞാൻ എൻ്റെ ജോലി എന്താണ് അഭിനയിച്ചു കൊടുക്കുക. ഇതുപോലൊരു പ്രോഡക്റ്റ് വരുമ്പോൾ എൻഡോസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പെപ്സി എൻഡോസ് ചെയ്യാത്ത റൊണാൾഡോ മറ്റേ മൈക്കിനുമായിട്ട് പെപ്സി എൻഡോസ് ചെയ്യില്ല. ചിലർക്ക് എന്തുകൊണ്ടാണ്? അത് അൺഹെൽത്തി ആയതുകൊണ്ട്. എന്നിട്ട് ഇവിടുത്തെ എത്രയോ വലിയ ഇതിൻ്റെയും ബ്രാൻഡ് അംബാസഡർ പെപ്സിയും കൊക്കക്കോളയാണ്. ഇപ്പോഴും അൺഹെൽത്തി അല്ലേ? പറയുന്ന കറി പൗഡർ അഡൾട്രേറ്റഡ് അല്ലേ? ഈ പറയുന്ന തലേ തേക്കുന്ന എണ്ണ തൊട്ടിട്ട് എത്തുന്ന സാധനത്തിനകത്ത് ഇതൊക്കെ ഇവർ എൻഡോസ് ചെയ്യുന്നല്ലേ? അപ്പോൾ ഇവർക്കൊന്നും സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാന്നാണോ നീ പറഞ്ഞു വരുന്നത്? ജനങ്ങളെ പറ്റിക്കുകയല്ലേ ഇതൊക്കെ തന്നെ? അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം എൻ്റെ ജോലി ഇങ്ങനെ ഒരു സാധനമായിട്ട് അവർ വരുന്ന സമയത്ത് എന്നോട് പറയുന്നത് ഇങ്ങനെ ഒരു സാധനമായിട്ട് വരുന്നു. എൻ്റെ മുന്നേ ഉള്ള ആക്ടേഴ്സ് പലരും ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടു നോക്കുമ്പോൾ അജു ചെയ്തിട്ടുണ്ട്, എൻ്റെ അടുത്ത് സുഹൃത്ത് ചെയ്തിട്ടുണ്ട്, ആൾക്കാർ ചെയ്യുന്നു. ഞാൻ എൻ്റെ അടുത്തൊരു ഇതിൻ്റെ ജോലി എന്താ? അവർക്ക് ഇന്നത്തെ സമയം കൊടുക്കുക. അവർ പറയുന്നുണ്ട് ഡിസ്ക്ലെയിമർ ആയിട്ട് ഇതിന് റിസ്ക് ഉണ്ട്, പരിപാടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരള ലോട്ടറി എന്താ ഗാമ്പിളല്ലേ? ലോട്ടറി എന്താ? എത്ര വയസ്സ് ആൾക്കാർ ലക്ഷങ്ങൾ കളയുന്നില്ലേ? എന്താ നീ ലോട്ടറി എടുക്കുന്നുണ്ടോ? ഞാൻ ലോട്ടറി എടുക്കാറില്ല. എടുക്കുന്നുണ്ട്. എത്ര എടുക്കുന്ന ആൾക്കാരുണ്ട്? ഞാൻ എടുക്കാറുണ്ട്, അടിച്ചിട്ടില്ല. അപ്പൊ എന്റെ കാശ്. പക്ഷെ ഈ തുറന്നു പറയുന്ന ആൾക്കാർക്ക് പലതും മനസ്സിലാക്കി. ഇതിപ്പോ നമുക്കെന്താ ഇതിപ്പോ നമ്മളിത് ഓൺലൈനിൽ തെറി ഉണ്ടാവും. ഞാൻ എത്ര കാലം തെറി കേൾക്കുന്ന ആളാണ്. എനിക്ക് ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇതുകൊണ്ട് എനിക്ക് വലിയ വേദന ഉണ്ടാവും, വിഷമം ഉണ്ടാവുന്നു. മാനസികമായി ഞാൻ ഇത് ഹൈറെടുത്തില്ല കരുത് ആളാന്ന് ഒരിക്കലല്ല, കാലങ്ങളെ കേൾക്കല്ലേ. അതുകൊണ്ട് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണം. ഇപ്പം നിങ്ങൾ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ നമ്മുടെ കേസാണ്. നമ്മൾ എത്ര കാലമായി തമ്മയിലിട്ടിട്ട് ടെസ്റ്റ് അടിച്ച് കളിക്കുന്ന എത്ര കാലമാടാ അല്ലേ? എന്താ നമുക്ക് എന്താ വേണ്ടേ? റീച്ച്. എന്തെങ്കിലും നിങ്ങളുടെ ജോലിനെ ഞാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് സാമൂഹിക ഇതുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ
സമൂഹത്തിനെയും നിങ്ങൾ കൊടുക്കുന്ന തമ്മിലടക്കം എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കല്ലേ. മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. പറഞ്ഞത് ഞാൻ കണ്ട ധ്യാനം സാമൂഹിക പ്രതിബദ്ധത ഉണ്ട്. നമ്മൾ സാമൂഹിക ഡെഫിനറ്റ്ലി നമുക്കുണ്ട്. ഇതൊക്കെ നിയമവിരുദ്ധമാണെങ്കിൽ നമ്മളത് ചെയ്യുന്നതിൽ തെറ്റെന്നൊക്കെ പറയാം. ഡിസ്ക്ലെയിമർ ഇല്ലെങ്കിൽ തെറ്റെന്ന് പറയാം. കഴിഞ്ഞ ദിവസം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഏതൊക്കെയോ സാധനം അടിച്ചു പോയില്ലേ. നിയമവിരുദ്ധമായിട്ട് നമ്മൾ ലീഗലായിട്ട് വരുന്ന ബെറ്റിംഗ് ആപ്സ്, ഇത് നമ്മൾ നോക്കുമ്പോൾ ആക്ടേഴ്സ് പല സാധനങ്ങൾ എൻഡോസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ ഗുഡ്ക പാനൊക്കെ ബാനാണ് കേരളത്തിൽ. ഇതേ സാധനം ഇവിടെ ഷാറുഖ് ഖാനും എന്താണ് ഈ ചൈനീ മറ്റേ ഗുഡ്ക പാനൊക്കെ എന്താണ് ആരോഗ്യത്തിന് മറ്റേ ചത്തുവന്ന സാധനമാണ്. സിഗരറ്റൊക്കെ ബാൻ ചെയ്യണ്ടേ? സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാർ, പ്രതിബദ്ധതയുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഇതൊന്നും എൻഡോസ് ചെയ്യാൻ പാടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അവരുടെ ജോലി എന്താണ്, എൻ്റെ ജോലി എന്തായിരുന്നു, അത് എൻഡോസ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതാവുകയോ ഈ ഒരു കാര്യം കൊണ്ട് ഈ ആപ്പ് ഇതാക്കിയതുകൊണ്ട് ഞാൻ ലോകത്ത് ഏറ്റവും വലിയ വൃത്തികെട്ടവനായി മാറുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൽ ഇല്ലാത്ത എന്നെ നിങ്ങൾ ഇരുന്ന് സംസാരിക്കുക പോലും പാടില്ല. അല്ലേ? സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത. പക്ഷെ അങ്ങനെ ഈ ഇങ്ങനെ പബ്ലിക്കിന്റെ ഇടയിൽ അത് മീഡിയ പേഴ്സണലായിട്ടല്ല അല്ല, അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു. ഞാൻ എന്റെ ഇമേജ് തെറ്റി തരുക, അതാണ്. അത് എനിക്ക് വിഷമമില്ലല്ലോ, നിനക്ക് എന്താ ഇവിടെ വിഷമം? എടാ അതിപ്പോ ഒരു സോഷ്യൽ മീഡിയ ആകുമ്പോൾ നമ്മൾ ഓപ്പൺ ടു പബ്ലിക് ആണ്. അതിനകത്ത് ആർക്കും എന്തും പറയാനുള്ള അഭിപ്രായമുണ്ട്, എനിക്കുൾപ്പെടെ. എനിക്ക് വരും ചീത്ത വിളിക്കാം, എനിക്ക് എന്തും ചെയ്യാം, ഇത് ചെയ്യാം. അപ്പം നമ്മൾ കാണുന്നില്ലേ, ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഇപ്പോൾ എത്രയോ ആനുകാലികമായിട്ട് നടക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഏതൊക്കെയാ ഈ പറയുന്ന ഡ്രഗ്സ്, മറ്റേ ഉപയോഗിച്ചിട്ടുള്ള മറ്റേ പീഡനം. ഇന്നത്തെ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ, 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ അനിയൻ ചേട്ടൻ പെങ്ങളെ പീഡിപ്പിക്കുന്ന വാർത്ത. ഇതൊക്കെ അനുകാലികമായി നടക്കുന്ന കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണ് ഈ പറയുന്ന തിരുവനന്തപുരത്ത് നടക്കുന്ന സംഭവം. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ഈ പയ്യൻ, തിരുവനന്തപുരത്ത് നടന്ന പയ്യൻ, ആ സംഭവം വെഞ്ഞാറുകൊണ്ട് നടന്ന സംഭവത്തിന് അവൻ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുള്ള കൺഫർമേഷൻ ഇല്ല, പക്ഷെ മദ്യപിച്ചിരുന്നവൻ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് മദ്യം ബാൻ ചെയ്യാത്തത്? എന്നാൽ പിന്നെ മദ്യപാനം ഏറ്റവും കൂടുതൽ അവൻ മദ്യപിച്ചിരുന്നു ബാറിൽ പോയി അടിച്ചു എന്നാണ് പറഞ്ഞത്. ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന തെളിവൊന്നുമില്ല. അപ്പോൾ മദ്യം എന്താ ഇവിടെ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ടൊബാക്കോ. ഇപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ ടൊബാക്കോ കമ്പനി ITC ഏറ്റവും കൂടുതൽ സർക്കാരിന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സാധനമാണ്. ഇത് ശരീരത്തിന് നല്ലതാണോ, ആരോഗ്യത്തിന് നല്ലതാണോ? സിഗരറ്റ് നല്ലതാണോ? സിഗരറ്റ് കോസസ് ക്യാൻസർ. എൻ്റെ മകളെന്നോട് ചോദിച്ചു കഴിഞ്ഞ ദിവസം, എല്ലാ സിനിമയിലും തുടങ്ങുമ്പോൾ ഇതെന്തിനാ എപ്പോഴും കാണിക്കുന്നതെന്ന്. ഇതെന്താ ഒരു തവണ പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ലെന്ന്. എന്തിനാ കാണിക്കണേ? ഇത്രയും പ്രത്യേക സാധനം തന്നെ കഴിക്കണേ. അതേപോലെ നമ്മൾ എത്ര സാധനത്തിന് ഡിസ്ക്ലെയിമർ ഇടുന്നുണ്ട്. ഇത് റിസ്ക് ഉണ്ട്, മാർക്കറ്റ് റിസ്ക് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് റിസ്ക് ആണ്, സ്റ്റോക്ക് റിസ്ക് ആണ്. ഈ ആപ്പിൻ്റെ അത് അവർ ഡിസ്ക്ലെയിമർ കാണിക്കുന്നില്ലേ? വേണ്ടവൻ കളിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100% ലിറ്ററസി ഉള്ള കേരള പോലത്തെ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരുത്തിന് ഇത് കളിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ബോധവും ഇതിനനുസരിച്ച് അവൻ ഇതൊക്കെ ഡിസ്ക്ലെയിമറൊക്കെ വായിച്ചിട്ടായിരിക്കും കളിക്കുന്നുണ്ടാവുക, അല്ലേ? ഇതിൻ്റെ റിസ്ക് മനസ്സിലാക്കി കൊണ്ടുതന്നെയായിരിക്കും കളിക്കുന്നുണ്ടാവുക. ഞാൻ എന്തുകൊണ്ട് എൻഡോസ് ചെയ്യാതിരിക്കണം? അതിനകത്ത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ കാര്യമില്ല. സോഷ്യൽ കമ്മിറ്റ്മെന്റ് വരുന്ന ഇതേപോലെ നീ നേരത്തെ പറഞ്ഞ പോലെ എണ്ണ തേച്ചിട്ട് മുടി വളർന്ന ചരിത്രം പറഞ്ഞു തരണം എനിക്ക്. ഏത് എണ്ണ വെച്ചിട്ട് നിന്റെ മുടി വളർന്നു നീ പറഞ്ഞു തരണം. ഏത് സോപ്പ് തേച്ചിട്ടാണ്? ഇവിടെ വലിയ സോപ്പിന്റെ കേസിൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, അറിയാലോ. സോപ്പ് വെച്ചിട്ട് വെളുത്തിട്ടില്ല എന്നുകൊണ്ട് കേസ് കൊടുത്തിട്ട് ചരിത്രമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സ്കാമാണ്. ഇവർ ആ സോപ്പാണോ തേക്കുന്നത്? അപ്പോൾ അതിനകത്ത് എന്താ നമ്മൾ യൂസ് ചെയ്ത്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എത്രയോ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നു, എൻഡോസ് ചെയ്യുന്നു. ഇവരതൊക്കെ യൂസ് ചെയ്തിട്ടാണോ? എല്ലാം പൈസക്ക് വേണ്ടിയിട്ടില്ല. അവരെന്താ ചെയ്യുന്നത്? അവർ ആക്ടേഴ്സ്, അവരത് സ്റ്റോറിക്കും പോസ്റ്റിനും വേണ്ടി അവർ കാശ് വാങ്ങിക്കുന്നു, അവരെ ബ്രാൻഡ് ചെയ്യുന്നു, അവസാനം ചെയ്യുന്നു. ഇവരത് ഉപയോഗിക്കുന്നുണ്ടോ? ക്വാളിറ്റി ചേർത്ത് നടക്കുന്നുണ്ടോ? സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എവിടെ അവർക്ക്? എനിക്ക് മാത്രമാണോ ഇല്ലാത്ത? ആർക്കും ഇല്ല. അപ്പോൾ ഇതിൻ്റെ പേര് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയാൻ പാടില്ല നമുക്ക്. ആക്ച്വലി സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വലിയ വാക്കാണ്, മനസ്സിലായില്ലേ? വലിയ വാക്കാണ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ദിവസം നമുക്കൊരു 1-on-1 പ്രസ് മീറ്റ് നടത്തണം, അല്ലേടാ? അന്ന് പൊളിക്കും. ഈ സോപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു പ്രസ് മീറ്റ് പറഞ്ഞിട്ടുണ്ട്, താരങ്ങൾ 1000 രൂപയുടെ സോപ്പാണ് ഉപയോഗിക്കുന്നതെന്ന്. അതിലെന്താ സത്യം? എനിക്കറിയാം സത്യം, ഞാൻ കേട്ടില്ലടാ. പറഞ്ഞിട്ടുണ്ടായിരുന്നു 1000 രൂപയുടെ സോപ്പ് ഉപയോഗിക്കും.